എറണാകുളത്ത് രസകരമായ ഒരു അതിർത്തി തർക്കം നടക്കുന്നു. ഇപ്പം മരട് നഗരസഭ മാടവനയിൽ ഒരു ബോർഡ് സ്ഥാപിച്ചു. ഈ ബോർഡാണ് ഇപ്പോൾ കേന്ദ്ര കഥാപാത്രം. കുമ്പളം പഞ്ചായത്തിൻ്റെ സ്ഥലത്ത് മരട് നഗരസഭ അതിക്രമിച്ച് കയറി ബോർഡ് സ്ഥാപിച്ചു എന്നാണ് മറ്റേ പഞ്ചായത്ത് ഈ നഗരസഭ പറയുന്നത്. എന്നാൽ സ്വന്തം സ്ഥലത്ത് തന്നെയാണ് ബോർഡ് സ്ഥാപിച്ചെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു മരടുകാർ. അപ്പോൾ മരടും മറ്റേ നഗരസഭയും തമ്മിൽ അടിയോടടി. നമുക്കൊപ്പം അജീഷ് ജയകുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് നമുക്ക് കടക്കാം. ഞാനിപ്പോൾ നിൽക്കുന്നത് മരട് നഗരസഭയുടെയും കുമ്പളം പഞ്ചായത്തിൻ്റെയും അതിർത്തി പ്രദേശമായ മാടവനയിലാണ്. ഇവിടെയാണ് നമ്മുടെ തർക്ക വിഷയമായ ഒരു ബോർഡുള്ളത്. 2 മാസങ്ങൾക്ക് മുമ്പ് മരട് നഗരസഭ സ്ഥാപിച്ചതാണ് ഈ സ്വാഗത ബോർഡ്. മരട് നഗരസഭയ്ക്ക് കടക്കുന്ന ഈ പ്രദേശത്ത് 2 മാസം മുമ്പ് സ്ഥാപിച്ച ബോർഡിനെ ചൊല്ലിയാണ് ഇപ്പോൾ ഒരു ചെറിയ തർക്കം, ഒരു നിസ്സാര തർക്കം 2 തദ്ദേശ സ്ഥാപനങ്ങളും തമ്മിലുണ്ടായിരിക്കുന്നത്. മരട് നഗരസഭ ഈ സ്ഥാപിച്ച ബോർഡ് അവരുടെ ഭൂമിയിലാണെന്ന് നഗരസഭയും, അതല്ല കുമ്പളം പഞ്ചായത്തിൻ്റെ ഭൂമി കയ്യേറിയാണ് ഈ ബോർഡ് ഇവിടെ സ്ഥാപിച്ചതെന്ന് ആ തദ്ദേശ സ്ഥാപനവും പറയുന്നു. എന്തായാലും ഈ തർക്കം, നിസ്സാരമായ തർക്കം ചെറുതായി ഒന്ന് വളർന്നു. ഇപ്പോൾ മരട് നഗരസഭ പറയുന്നത് തങ്ങളുടെ കൈവശമുള്ള ഭൂമിയിലാണ്, തങ്ങളുടെ അതിർത്തിയിലാണ് ഈ ബോർഡ് സ്ഥാപിച്ചിട്ടുള്ളത്. ഈ ബോർഡിനെ കുറിച്ച് മാത്രമേ തർക്കമുള്ളൂ. തൊട്ടപ്പുറത്ത്, എതിർവശത്ത്, ഈ ഹൈവേയുടെ അപ്പുറത്ത് ഒരു ബോർഡ് ഉണ്ടെങ്കിലും അതിനെക്കുറിച്ച് തർക്കമില്ല. ഈ ഒരൊറ്റ ബോർഡ് മാത്രമാണ് തർക്ക വിഷയമെന്നാണ് മരട് നഗരസഭ പറയുന്നത്. എന്തായാലും ഈ ബോർഡ് ഇവിടുന്ന് മാറ്റേണ്ട ആവശ്യമില്ല എന്നാണ് മരട് നഗരസഭ ചെയർമാൻ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. മരട് നഗരസഭയുടെ ഈ പറയുന്ന വടക്കേ അതിരി ചമ്പകര കനാലും തെക്കേ അതിരി ഈ പറയുന്ന അണ്ടിപ്പള്ളിത്തോടുമാണ്. അപ്പോൾ 80കളിലാണ് ഈ NH വരുമ്പോൾ അണ്ടിപ്പള്ളിത്തോട് ഈ പറയുന്ന നാഷണൽ ഹൈവേയുടെ കിഴക്ക് വശത്ത് ഉണ്ടായിരുന്നത് കാരണപ്പെട്ട് മൂടിപ്പോയത്. പടിഞ്ഞാറ് വശത്ത് ഇപ്പോഴും അണ്ടിപ്പള്ളി തോട് തന്നെയാണ് നഗരസഭയുടെ അതിർത്തി. അപ്പോൾ ഇപ്പോൾ അണ്ടിപ്പള്ളി തോടല്ല, ഇപ്പുറത്ത് കിടക്കുന്ന MLA റോഡാണ് അതിർത്തി എന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ ഞങ്ങൾ ബോർഡ് വെച്ചിരിക്കുന്നതിൻ്റെ തൊട്ട് കിഴക്കുവശം കാണുന്ന ആ സർവീസ് സെൻറ്റർ മരട് നഗരസഭയിൽ തന്നെ അവർ ടാക്സ് അടക്കുകയും മരട് നഗരസഭയിൽ നിന്ന് ലൈസൻസും മരട് വില്ലേജ് ഓഫീസിൽ കരമടക്കുന്ന ഭൂമിയാണ്. അപ്പോൾ പിന്നെ അത് വില്ലേജ് മറ്റേ കുമ്പളം ആകണത് എങ്ങനെയാണെന്ന് ഞങ്ങളുടെ ചോദ്യം. കുമ്പളം പഞ്ചായത്ത് പറയുന്നതാകട്ടെ, മരട് നഗരസഭ തങ്ങളുടെ സ്ഥലം കയ്യേറിയാണ് ഈ ബോർഡ് സ്ഥാപിച്ചിട്ടുള്ളത്. എന്തായാലും സൗഹാർദ്ദപരമായി തന്നെ ഈ പ്രശ്നം പരിഹരിക്കും. ഇരു അധ്യക്ഷന്മാരും, നഗരസഭയുടെ ചെയർമാനും കുമ്പളം പഞ്ചായത്ത് പ്രസിഡന്റും തമ്മിൽ ഫോണിൽ സംസാരിച്ചു രമ്യമായി ഈ പ്രശ്നം പരിഹരിക്കുമെന്നാണ് അദ്ദേഹവും പറയുന്നത്. ഒരു പക്ഷേ ഈ ബോർഡ് ഇവിടുന്ന് മാറ്റിയില്ലെങ്കിൽ മറ്റൊരു ബോർഡ് കുമ്പളം പഞ്ചായത്ത് ഇവിടെ സ്ഥാപിക്കുമെന്നും കുമ്പളം പഞ്ചായത്ത് പ്രസിഡന്റും പറയുന്നു. അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലേക്ക്. തർക്ക പ്രശ്നങ്ങളൊന്നുമില്ല ഇതിനകത്ത്. അതായത് മരട് മുനിസിപ്പാലിറ്റി അവരുടെ അതിർത്തിയിൽ ഒരു വെൽക്കം ബോർഡ് വെക്കുന്ന പ്രവൃത്തി ചെയ്തു എന്നേ ഉള്ളൂ. അതിൽ നാച്ചുറൽ ബൗണ്ടറി ഉണ്ട് നമ്മുടെ പഞ്ചായത്തിനും മുനിസിപ്പാലിറ്റിക്കും. പഞ്ചായത്തിൻ്റെ ബൗണ്ടറി വെച്ചുകൊണ്ട് ഞങ്ങൾ വെൽക്കം ബോർഡ് വെക്കാൻ വേണ്ടിയിട്ട് ആലോചിച്ചിട്ടുണ്ട്. അത് നടപ്പാക്കും. ഇത്രേ ഉള്ളൂ. ഇരു തദ്ദേശ സ്ഥാപനങ്ങളും അവരവരുടേതെന്ന് പറയപ്പെടുന്ന ഈ സ്ഥലവും ഈ ബോർഡും ഈ പ്രശ്നവും രമ്യമായി പരിഹരിക്കപ്പെടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കൊച്ചിയിൽ നിന്നും മുഹമ്മദിനൊപ്പം അജീഷ് ജയകുമാർ, 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.